ഞാൻ പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്നെയുമായി ഒരു ബന്ധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പബ്ലിക്കിനോട് പറയുന്ന പത്രസമ്മേളനം വൈകുന്നേരം 2:30 മണിക്കാണ്. പക്ഷേ രാവിലെ 10 മണിക്ക് തന്നെ EN മോഹൻദാസ് എന്നെ പുറത്താക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാക്കൾ ആലോചിക്കണം, കേരളത്തിലെ ഈ 140 മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരാത്ത ഏക മണ്ഡലം നിലമ്പൂരാണ്. ഒരാൾ വന്നിട്ടുണ്ടോ? PV അൻവർ MLA മുഖ്യമന്ത്രിക്ക് ഈ ജനങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന ഈ ബൈപ്പാസിൻ്റെ പരാതിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാണ്. വലിയ വാർത്ത കൊടുത്താൽ നിങ്ങൾ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി, നിങ്ങൾ മനസ്സിലാക്കണം. അത് അവരുടെ രാഷ്ട്രീയ അനിയൻ ഷൗക്കത്തിനെ കുറ്റം പറയല്ല. ആ ഒരു പരിഗണന തന്ന് ആ മണ്ഡലത്തിലെ നന്നാക്കുന്നതിന് പകരം പാര വെച്ചോന്നാ ഈ പറയുന്ന EN മോഹൻദാസ്. ലക്ഷക്കണക്കിന് സഖാക്കളുടെ നാവ് എതിരിൽ പ്രവർത്തിക്കുകയാണ്. ഒരു ചുക്കു അൻവർ ഒറ്റപ്പെട്ടു. ഇനി കാണാൻ നമുക്ക് ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിൽക്കുമെന്ന് ഞാൻ പരീക്ഷിക്കും. ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആണെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നയാളാണ് മോഹൻദാസ് എന്നും PV അൻവർ MLA പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആണെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. A+ വിഷനുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ PV അൻവർ തുറന്നടിച്ചത്. ഞാൻ പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആരൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്കറിയാം. ഈ മുദ്രാവാക്യം വിളിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞ വേദന എനിക്കറിയാം. പക്ഷേ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ വിളിച്ചതിൽ എനിക്ക് സഖാക്കളോട് ഒരു പരാതിയില്ല, നിവൃത്തികേടാ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ പറയേണ്ട ഘട്ടത്തിലേക്ക് എന്നെ എത്തിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ EN മോഹൻദാസ്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഞാൻ കാണുന്നത് ഇന്നലെ രാത്രി 11 മണിക്കാണ്. എന്നെയുമായി ഒരു ബന്ധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പബ്ലിക്കിനോട് പറയുന്ന പത്രസമ്മേളനം വൈകുന്നേരം 2:30 മണിക്കാണ്. പക്ഷേ രാവിലെ 10 മണിക്ക് തന്നെ EN മോഹൻദാസ് എന്നെ പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹം വെപ്രാളായിരുന്നു എന്നെ പുറത്താക്കാൻ, വ്യഗ്രത. ആ പത്രസമ്മേളനം ഒന്ന് നിങ്ങൾ കേൾക്കണം. ഒരു കോമരം ഉറഞ്ഞു തുള്ളുന്നത് പോലെ അയാൾ തുള്ളുകയാണ്. അത് ഭയങ്കര സന്തോഷവാനാണ്. ഇത്രയും സന്തോഷമായിട്ട് ജില്ലാ സെക്രട്ടറിയെ ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ സഖാക്കൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ചായി തുടങ്ങിയിട്ട് ഇയാൾക്കൊരു വർഗീയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പലപ്പോഴും എന്നെ കാണാറുള്ളത്. അതിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം, ജില്ലാ ആശുപത്രി വികസനം, നിലമ്പൂർ കോളേജ് കെട്ടിടം എന്നിവ തടസ്സപ്പെടുത്തിയത് CPM ജില്ലാ സെക്രട്ടറിയാണ്. തെരഞ്ഞെടുപ്പുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് ശക്തമായ പ്രചരണം നടത്തുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ അവിടെ വരുന്നു. KPCC പ്രസിഡന്റ് അടക്കം ആൻ്റണി അടക്കമുള്ള ആളുകൾ വരുന്നു, പ്രചരണം നടത്തുന്നു. ആ ഭാഗം വളരെ ശക്തമായി പോകുന്നു. മുസ്ലിം ലീഗ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കുകയാണ്. BJPയിൽ നിന്നുള്ള ഒരു വിഭാഗം VV പ്രകാശിനോടുള്ള മാനസിക വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ ഭാഗമായിട്ട് അവരും അപ്പുറത്തുണ്ട്. ഈ ഭാഗത്ത് ഞാനും സാധാരണ മനുഷ്യരും സഖാക്കളും അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സഖാക്കൾ ആലോചിക്കണം, കേരളത്തിലെ ഈ 140 മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരാത്ത ഏക മണ്ഡലം നിലമ്പൂരാണ്. ഒരാൾ വന്നിട്ടുണ്ടോ? LDFൽ അറിയപ്പെടുന്ന സംസ്ഥാന നേതാക്കന്മാരാരെയും വന്നിട്ടുണ്ടോ? ഒരാളെയും നിലമ്പൂരിലേക്ക് കടത്തിവിടാതെ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ശ്രീ പറയുന്ന EN മോഹൻദാസാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലന്ന് ഞാൻ പരാജയപ്പെടണം, ഞാൻ തിരിച്ചു വരില്ല എന്ന് അദ്ദേഹം കരുതിയ. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സഹായിച്ചൊരു പാർട്ടിയാണ്, എന്നെ MLA ആക്കിയൊരു പാർട്ടി ലീഡർഷിപ്പാണ്. അത് മാനിച്ചാണ് ഞാനന്ന് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വരുന്നത്. വന്നത് അദ്ദേഹത്തിന് ആദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അന്ന് ഞാനിത് വായിച്ചതാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ പറ്റുക? ഒരു സംസ്ഥാന നേതാവും ഒരു പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം
വടവറം പാലം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല. ഞാൻ 2, 3, 4 തവണ പാർട്ടി സെക്രട്ടറിയെ വിളിച്ചാണ്. അറ്റ്ലീസ്റ്റ് കൊടിയേരി സഖാവിനെയെങ്കിലും CM ഇനി തിരക്കാൻ മറ്റു മണ്ഡലത്തിലൊക്കെ പോകുന്നുണ്ട്, ഇനി പ്രയാസമുണ്ടോ? അവസാനം രാഹുൽ ഗാന്ധി വന്നു, അവർ വലിയ ജാഥ നടത്തി. അന്ന് ഞാൻ വിളിച്ചു, ഇനി CM വന്നിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം പരിതാപകരമാണ്, DCS നിങ്ങളിതിൽ ഇടപെടണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഡൗട്ടായി, അത് ആത്മാർത്ഥപരമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ ഡയറക്റ്റ് CMനെ വിളിച്ചു. അപ്പോൾ CM പറഞ്ഞു ടൈറ്റ് ഷെഡ്യൂളാണ്, എന്താണ് പിന്നെ ഇവർ മുമ്പ് ഇത് വെക്കാതിരുന്നത്, ഇനി പെട്ടെന്ന് ഷെഡ്യൂൾ മാറ്റാൻ പ്രയാസമുണ്ട്, ഏതായാലും ഞാൻ നോക്കട്ടെ, നീ ഒന്ന് EN മോഹൻദാസിനോട് സംസാരിക്കുന്നു. എന്നിട്ട് CMനോട് ഞാൻ ഈ സംസാരിച്ച വിവരം വീണ്ടും EN മോഹൻദാസിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്, അവസാനത്തെ ദിവസത്തേക്ക് നമ്മളെ നോക്കാം, MLA മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കുന്നില്ല, ഈ തിരക്കിലായി. പിന്നെ ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഈ ജാഥയെ മറികടക്കാൻ ഉള്ള വെപ്രാളത്തിലായിരുന്നു സഖാക്കൾ. അങ്ങനെ എല്ലാ മനുഷ്യരും കൂടിയും സഹായിച്ചിട്ടാണ് നമ്മൾ വലിയ റാലി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജയിച്ചിട്ട് ജില്ലാ ഓഫീസിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം തുടങ്ങിയ പണി മേജർ പ്രോജക്റ്റ് നിങ്ങൾക്കറിയാം, നിലമ്പൂർ ജനങ്ങൾക്കറിയാം. ഒന്ന് നമ്മുടെ ബൈപ്പാസാണ്. ഈ ബൈപ്പാസ് പണി ആരംഭിക്കാൻ ഈ ഭൂമി എടുത്ത ആളുകൾക്ക് ആ പണം കൊടുക്കാനുള്ള വലിയ പരിശ്രമം നടത്തി. 2017 തൊട്ട് ബഡ്ജറ്റിൽ പൈസ വെച്ച് വരുന്നതാണ്. പക്ഷേ പൈസ ഇല്ല, അതിൻ്റെ അടിയിൽ ഒരു 10 കോടി 15 കോടിയോ കിട്ടി. ആ ഒന്നാം ഘട്ടം 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിലെ ആളുകൾക്ക് നമ്മൾ പൈസ കൊടുത്തു. നിരവധി തവണ ഞാൻ പാർട്ടി ഓഫീസ് കയറി ഇറങ്ങി, AKG സെൻറ്റർ കയറി ഇറങ്ങി, ഈ പറയുന്ന മന്ത്രിമാരുടെ ഓഫീസ് കയറി ഇറങ്ങി. ഇപ്പം നിൽക്കുന്ന PA കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇതിൻ്റെ പിന്നിലാണ്. പക്ഷേ നാടാകെ വികസനം നടക്കും, 80,000 കോടിൻ്റെ പണി നടക്കും. ഈ പാവപ്പെട്ട വീട് നഷ്ടപ്പെട്ട, പറമ്പ് നഷ്ടപ്പെട്ട, 5 പൈസ ഇല്ലാത്ത, കടം കയറിയ ഈ പാവപ്പെട്ട ഈ 10-300 ജില്ലാ കുടുംബങ്ങൾ എൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്കെന്താ പറയാൻ സാധിക്കുക? എനിക്കതിൽ പറയാൻ ഒരു മാർഗവുമില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇത് ഈ ജനങ്ങളോട് ഞാൻ കൊടുത്ത വാക്കാണ്, നിങ്ങളെ പൈസ തന്ന് ഈ പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ PV അൻവർ ഇനി പാർട്ടി തീരുമാനിച്ചാൽ പോലും നിങ്ങളോട് വോട്ട് ചോദിച്ച് ഞാൻ നിലമ്പൂരിലേക്ക് വരില്ല. എനിക്ക് അത്രേ ചെയ്യാൻ കഴിയുള്ളൂ. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് അത്രേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോഴും ചോദിക്കും MLA അൻവറാക്ക, ഈ പൈസ മുഴുവൻ ഉണ്ടല്ലോ, 150-200 കോടി റുപ്യൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ, മലയോരായ്മ നടക്കുന്നുണ്ടല്ലോ, ഈ കണ്ടു കാണപ്പെട്ട പാലും സ്കൂള്, ഞങ്ങളെ പൈസ എന്താ കിട്ടാത്തതെന്ന് ചോദിക്കും. എന്ത് മറുപടി പറയും ഞാൻ? അവരുടെ മുമ്പിൽ ഒരു മറുപടി എനിക്ക് പറയാനില്ല. അവസാനം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വീണ്ടും പലതവണ ഈ വിഷയത്തിൽ CMന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് 1-2 തവണ സൂചിപ്പിച്ചാണ്. അപ്പോഴൊക്കെ പറയും നീ DC ആയിട്ട് ബന്ധപ്പെടും, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റം അതാണ്. അങ്ങനെ അവസാനം ഇവർ നിർബന്ധിച്ചു ഈ കുടുംബങ്ങളെ, കളക്ടറെ കണ്ടതിന് ശേഷം ഈ 300 ജില്ലാ കുടുംബങ്ങൾ CMനെ കാണണമെന്ന് പറഞ്ഞു. അവസാനം അവർ ഒരു ബസ് എടുത്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വന്നത്, ഈ പറയുന്ന ഈ പത്രമാധ്യമങ്ങൾ നിലമ്പൂരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ വന്നു, CMനെ കണ്ടു, ഈ പറയുന്ന ഇവരുടെ വിഷമങ്ങൾ CMനോട് നേരിട്ട് പറഞ്ഞു, എഴുതി കൊടുത്ത പരാതി കൊടുത്തു, അതിൻ്റെ ഫോട്ടോ നമ്മൾ പബ്ലിഷ് ചെയ്തു. ഈ ഫോട്ടോ നിങ്ങൾ തോമസ് കുട്ടിക്കൊക്കെ ഓർമ്മ ഉണ്ടോ? ഈ ഫോട്ടോ ആണ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഹരി എന്താ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഫോട്ടോ ഇട്ടിട്ട്, അതായത് PV അൻവർ MLAയും മുഖ്യമന്ത്രിക്ക് ഈ ജനങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന ഈ ബൈപ്പാസിൻ്റെ പരാതിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാണ്. അല്ലേ വാർത്ത കൊടുത്താൽ നിങ്ങൾ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ബൈപ്പാസ് ഒരു നിലക്കും നടക്കില്ല, അവർ സമ്മതിക്കില്ല. കാരണം ബൈപ്പാസ് നടന്നാൽ ഞാൻ ജയിക്കും. ഞാൻ ജയിക്കരുതെന്ന് ആവശ്യമായിരിക്കുക ഈ EN മോഹൻദാസിനാണ്. മുമ്പുണ്ടായിരുന്ന സീറ്റുകളിൽ നിന്ന് കോൺഗ്രസ് ഈ പറയുന്ന 3-1 സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ലീഗിന് അവർക്കുണ്ടായിരുന്ന 8-9 സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടത്? മുനിസിപ്പാലിറ്റി എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് ഈ സ്കൂളുകൾ, ഹോസ്പിറ്റൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, സ്കൂൾ നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് 1 ഏക്കർ സ്ഥലം ആശുപത്രിക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമെടുത്ത് തന്നെങ്കിലേ സർക്കാരിന് പരിഗണിക്കാൻ പറ്റുള്ളൂ. അന്ന് ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റി നിയന്ത്രണത്തിലുള്ള കോൺഗ്രസ് മുനിസിപ്പാലിറ്റി ഷൗക്കത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നിവൃത്തി നമുക്കത് തരാത്തൊരു നിലപാടിൽ സ്വീകരിച്ചു. അത് അവരുടെ രാഷ്ട്രീയ, ഞാൻ ഷൗക്കത്തിനെ കുറ്റം പറയല്ല. അപ്പോൾ UDF അങ്ങനെ നിലപാടെടുത്തു.
ഈ നിലപാട് എന്തായി? ഈ മലയോര മേഖലയിലെ മനുഷ്യർക്ക് ആശ്രയിക്കാനുള്ള ഒരു ആശുപത്രിയുടെ 1 ഏക്കർ ഭൂമി സ്കൂളിൽ നിന്ന് വിട്ടുതരാത്തതിൻ്റെ കാരണം ഈ ഭരണസമിതിയാണെന്നും ഈ ഭരണസമിതി മാറിയെങ്കിലേ സ്കൂളിൻ്റെ സ്ഥലം വിട്ടുതരാനുള്ള തീരുമാനം എടുപ്പിക്കാൻ കഴിയുള്ളൂ എന്നും നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആയിരക്കണക്കിന് വീടുകളിൽ ഞാൻ MLA എന്ന നിലക്ക് നേരിട്ട് പോയി വോട്ടഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് ഈ മുനിസിപ്പാലിറ്റി നേരെ തിരിയുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് സർക്കാരിലേക്ക് കൊടുത്തിട്ട് 4 ചില്ല വർഷമായി. ഇപ്പോൾ ആ 25 കോടിയുടെ വികസനം നടക്കാതെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഈ പറയുന്ന EN മോഹൻദാസിനെ പലതവണ ഞാൻ കണ്ടിട്ടുള്ളതാണ്, വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടുള്ള. അപ്പോഴൊക്കെ എന്താ പറയും, ഇത് ഒരു വലിയ ടെക്നിക്കൽ പ്രശ്നമാണ്, അത് DC തന്നെ ശക്തമായി പാർട്ടി തലത്തിൽ തീരുമാനമെടുത്തെങ്കിൽ സ്കൂളിൻ്റെ സ്ഥലം ആശുപത്രിക്ക് വേണ്ടി വിട്ടുതരാൻ പറ്റുള്ളൂ. ഇന്നും നടന്നിട്ടില്ല. കാരണം ആശുപത്രിയുടെ വികസനം പേടിയാണ് EN മോഹൻദാസിന്. കാരണം ബൈപ്പാസ് വരുന്നു, ആശുപത്രി വരുന്നു, പിന്നെ കോളേജാണ് ഞാൻ പറയാം. അപ്പോൾ അതിന് മുഴുവൻ ഇങ്ങനെ തടസ്സമാണ്. അയാൾക്ക് ആകെയുള്ള വിരോധം എന്താ? എനിക്ക് വ്യക്തിപരമായിട്ടായിട്ട് ഒരു വിരോധമില്ല. പക്ഷെ എന്നോടുള്ള വിരോധം എന്താണ്? ഞാൻ നിസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. നമസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടുള്ളൊരു വിരോധത്തിനപ്പുറം ഞാനൊരു തെറ്റും പാർട്ടി ചെയ്തിട്ടില്ല. അതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പാർട്ടികൾ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് കൊടുന്നൊരു വ്യക്തിയാണ്. ആ ഒരു പരിഗണന തന്ന് ആ മണ്ഡലത്തിലെ നന്നാക്കുന്നതിന് പകരം പാര വെച്ചോനാ ഈ പറയുന്ന EN മോഹൻദാസ്. മത ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് MLA ഫണ്ട് നൽകിയപ്പോൾ അതിൽ എതിർപ്പറിയിച്ച ജില്ലാ സെക്രട്ടറി ഇത് പാർട്ടി വിരുദ്ധ ലൈനാണെന്ന് പറഞ്ഞിരുന്നു. ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നയാളാണ് മോഹൻദാസ് എന്നും അൻവർ തുറന്നടിച്ചു. ഇയാൾ ഒരു ന്യൂനപക്ഷ വിരോധിയാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് സഖാക്കളൊന്ന് മനസ്സിലാക്കിയോ, പൊതുസമൂഹം മനസ്സിലാക്കിയോ? ഒരു RSSകാരന് പോലുമുള്ള സ്വഭാവത്തിൻ്റെ അപ്പുറം ഈ പറയുന്ന BJPയിലൊക്കെ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്, നമുക്കറിയാം. തീവ്ര വർഗീയത ഉൾക്കൊള്ളാത്ത വാജ്പേയിയുടെയൊക്കെ ആ നേതൃത്വത്തിലുണ്ടായിരുന്ന നല്ലവരായ BJP പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവർക്കൊന്നുമില്ലാത്തൊരു വിരോധം ഈ ന്യൂനപക്ഷങ്ങളോട് എന്തിനാ മോഹൻദാസ്? അപ്പം ആ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ക്രൈസ്തവ സഭകളുടെ കൺസെപ്റ്റ് എന്തായിരുന്നു? പിതാവിൻ്റെ പേര് പള്ളിയോടൊപ്പം പള്ളിക്കൂടം, ചവറച്ചൻ്റെ ആ വലിയൊരു കൺസെപ്റ്റാണ്. അതാണ് ഈ നാട് മുഴുവൻ, ഈ പറയുന്ന മലയോര മേഖലയിൽ മുഴുവൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ ഈ DC സെക്രട്ടറി EN മോഹൻദാസിനോട് പറഞ്ഞു, താങ്കളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, താങ്കൾ ഈ പറയുന്നത് ശരിയല്ല. ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയും ഒക്കെ നമ്മൾ ഒരുമിച്ച് കാണണം. പിന്നെ DCS നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മലയോര മേഖലയിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആ നാട്ടിൽ വികസനം ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ 10-15% ക്രൈസ്തവ സമുദായത്തിലുള്ള കുട്ടികൾ. ബാക്കി ഒരു 10-75-80% മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ്. അവരൊരു മതവിഭാഗത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനമല്ല ഇത്. അവർ വലിയ ത്യാഗത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചെറിയ പൈസയാണ്, 5, 10, 15 ലക്ഷമാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന. ഒരു 10 കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കുറച്ച് ടോയ്ലറ്റ്, അല്ലെങ്കിൽ വിറകുപുര, പാചകപ്പുര. അപ്പോൾ പുള്ളി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമുദായിക കക്ഷികൾക്ക് ഇത്തരത്തിലുള്ള സഹായം നൽകുന്നതിനെതിരാണ്, പാർട്ടി നയത്തിനെതിരാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളിത് നിർത്തണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വെറുപ്പുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചോ? ഈ കമ്മ്യൂണിറ്റിയെ ഏറ്റവും വലിയ ക്രിമിനലുകൾ എന്ന് ക്രിമിനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലീസ് നേതൃത്വം നടത്തിയതിന് കൂട്ടുനിന്നവനാണ് ഈ മോഹൻദാസ്. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് പ്രതിഫലിച്ചിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഭാഗത്തോടൊപ്പം നിൽക്കേണ്ടതല്ല, എല്ലാ പറയുന്ന മത തീവ്രവാദികളെ. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് വിട്ട് നമ്മളൊരു ഘട്ടത്തിൽ അങ്ങോട്ട് പോകുന്നത്. കോൺഗ്രസ്സിലുണ്ടായ എന്താ പറയുക, ഈ വർഗീയപരമായിട്ടുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ലേശം അയഞ്ഞപ്പോഴാണ് തീർത്തും മതേതര വിശ്വാസിയായ ഒരു കോൺഗ്രസ്സുകാരന് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരേണ്ടി വന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴുള്ള സ്ഥിതി എന്താ? EN മോഹൻദാസ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്താണെന്നാണ്. 5 തവണ നിസ്കരിക്കുന്ന MLA എന്നതാണ് മോഹൻദാസിന് തന്നോടുള്ള വെറുപ്പിന് കാരണം. മതേതര മൂല്യമാണ് മലപ്പുറത്തിന്റെ മനസ്സെന്നും CPI ജില്ലാ സെക്രട്ടറിയെ അൻവർ ഓർമ്മിപ്പിച്ചു. ഞാൻ 5 നേരം നിസ്കരിക്കുന്നു എന്നതാണ് മോഹൻദാസിൻ്റെ പ്രശ്നം. എനിക്ക് മോഹൻദാസിന് വേണ്ടി നിസ്കാരം മാറ്റിയേക്കാൻ പറ്റുമോ? പാർട്ടി പരിപാടികൾ മഗ്‌രിബിൻ്റെ സമയത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, ബാങ്ക് വിളി കേട്ടാൽ ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ പോയി 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിസ്കരിച്ച് വരും. ഞാൻ ഈ പറയുന്ന അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ
തത്വങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തിലും ഈ മതേതര സംവിധാനത്തിലും പരിപൂർണ സോഷ്യലിസമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. വരമ്പത്ത് കൂലി കൊടുക്കാനാണ് ഇസ്ലാം പറയുന്ന ജോലിക്കാരന്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഈ ഇടതുപക്ഷ പാർട്ടികളുമായി യോജിച്ചു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിലെത്തിയിട്ടുള്ളത്. ആ എന്നെയാണ് ഈ രീതിയിൽ ഉപദ്രവിച്ച് ഈ നാടിൻ്റെ വികസനം തടസ്സപ്പെടുത്തിയത്. ആ ബൈപ്പാസ് നിലമ്പൂർക്കാർക്ക് മാത്രമല്ലല്ലോ, 10,000-കണക്കിന് വാഹനങ്ങൾ ഈ കിഴക്കോട്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഇതൊരൊറ്റ വഴിയല്ലേ ഉള്ളൂ. അത് തടസ്സപ്പെടുത്താൻ വർഗീയമായിട്ട് ചിന്തിക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറ്റിയാണോ? അദ്ദേഹം എന്താണ് ആ DC ഓഫീസിന് മുന്നിൽ നിന്നിട്ട് ആക്രോശിക്കുന്നത്? അൻവർ, താന്തോന്നി, മറ്റതൊക്കെ പോട്ടെ, കോമാളി, ഓക്കെ, സമ്മതിച്ചു. പിന്നെന്താ പറയുന്നത്? കോൺഗ്രസ്സുകാർ അൻവറിനെ എടുക്കൂല, തട്ടിയില്ലേ. പിന്നെ ലീഗ് എടുക്കൂല പറഞ്ഞില്ലേ, കേട്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളി. പിന്നെ ആരാ? അൻവർ ഒറ്റക്ക് ഒരു നാവ് തട്ടി, എല്ലാവരും തട്ടി. ഒരു നാവ് കേൾക്കും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. നിങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കണം. ലക്ഷക്കണക്കിന് സഖാക്കളുടെ നാവ് എതിരിൽ പ്രവർത്തിക്കുകയാണ്. ഒരു ചുക്കും അൻവർ ചെയ്യാൻ ഒറ്റപ്പെട്ടു. ഇനി കാണാം നമുക്ക്. ഇതാണ് നെക്സസ്. കോൺഗ്രസ്സുകാർ തന്നെ എടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ജില്ലാ സെക്രട്ടറി, ലീഗുകാരെ ഏറ്റെടുക്കണ്ട എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി. BJPക്ക് പോവും പോലും തട്ടിയെന്ന് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ആ ഓപ്ഷൻ കൊടുക്കായിരുന്നു. അപ്പം ഇതാണ് ഈ പറയുന്ന നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് ഇതിൻ്റെ തകരാറ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തകരാറാണ്, കോൺഗ്രസ് പ്രവർത്തകർക്ക് തകരാറാണ്. അവനെ ചവിട്ടാൻ ഇട്ടിട്ടുണ്ട് ജില്ലാ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇപ്പം മാസങ്ങൾക്ക് മുമ്പ് 4 ആളെ സെക്രട്ടേറിയറ്റിൽ ന്യൂനപക്ഷക്കാരനെ ഉണ്ടല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എൻ്റെ RSS നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി, പാർട്ടി ഓഫീസിൽ വേണ്ട കേട്ടോ എന്ന് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എണീറ്റ് ചവിട്ടാൻ ഈ EN മോഹൻദാസിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്രമാത്രം ഈ പറയുന്ന വർഗീയവാദിയാണെന്നുള്ളത് മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റിൽ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് വിശദീകരിച്ച് പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞായറാഴ്ച നാളെ വൈകുന്നേരം 6:30 മണിക്ക് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മുടെ ഈ വിശദീകരണ യോഗം നടക്കുന്നത്. അതിൽ നിങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന പലരുണ്ടാവും. റേഷൻ കാർഡ് വെട്ടെന്ന് പറയുന്നവരുണ്ടാവും, ലൈഫ് പദ്ധതിയിൽ ബാക്കി പൈസ കിട്ടില്ല എന്ന് പറയുന്നുണ്ടാവും, കക്കൂസിനും കുളിമുറിക്കും സഹായം തരുന്ന സർക്കാരിൻ്റെ സഹായം കിട്ടില്ല എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന ഈ പറയപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട സഖാക്കളുണ്ടാവും. നിങ്ങളാരും ദയവായിട്ട് അങ്ങോട്ട് വരണ്ട. അവിടെ നിങ്ങൾ വന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ കക്കൂസും ഈ പറയുന്ന റേഷൻ കാർഡും വിട്ടുന്നൊരവസ്ഥ ഉണ്ടാവണ്ട. ഇതിനൊക്കെ ശേഷിയുള്ളവർ വന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഒരു പഞ്ചായത്ത് മെമ്പറേയും നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നില്ല. ഒരു മൈക്ക് ഒരു ജീപ്പിൻ്റെ മുകളിൽ കയറി PV അൻവർ പറയാനുള്ള കാര്യങ്ങൾ പറയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം, അത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ നിങ്ങളാൽ കഴിയുന്ന പിന്തുണയും നാളത്തെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഇത്തരം പ്രയാസങ്ങളില്ലാത്ത സാധാരണക്കാരും മനുഷ്യർ നിങ്ങൾ നിലമ്പൂരിൽ എത്തണം എന്നാണ് വളരെ സ്നേഹപൂർവ്വം എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. A+ വിഷൻ എടവണ്ണ. Super Absorbent. Poppy's Diapers.